ഹലോ ഫ്രണ്ട്സ്, കെ സ്മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കംപ്ലീഷനാണ്. എങ്ങനെ കംപ്ലീഷൻ ചെയ്യാം. ഞാൻ ഒന്ന് രണ്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ യൂസർ നെയിമും നമ്മളെ പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം സർവീസിലേക്ക് വരിക. സർവീസിലേക്ക് വന്നിട്ട് നമ്മൾ നേരെ പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽ, അത് കഴിഞ്ഞാൽ റെഗുലറൈസേഷൻ, അത് കഴിഞ്ഞാൽ പോസ്റ്റ് പെർമിറ്റ് ആൻഡ് അപ്രൂവൽ. അതിൽ ഒക്യുപ്പൻസി കംപ്ലീഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക. പോസ്റ്റ് പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. എന്നിട്ട് നേരെ വന്ന റിക്വയർഡ് ഡോക്യുമെന്റ്സ് വരും. ഇതെല്ലാവർക്കും അറിയുന്ന കേസുകൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വെക്കണം എന്നുള്ളതാണ്. പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സ്, ലാൻഡ് ഡീഡ് എന്ന് പറയുന്നത് ആധാരമാണ്. അതർ NOC, വേറെ എന്തെങ്കിലും NOCൻ്റെ അത് വയ്ക്കുക, ലൈസൻസ് റിക്വയർമെന്റ്സ്. നേരെ പ്രൊസീഡിലേക്ക് പോവാം. അപ്പം ഇവിടെ നമുക്ക് ഒന്നുകിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളെ പേരോ അല്ലെങ്കിൽ പെർമിറ്റ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിയുടെ മാത്രം കിട്ടും. ഇവിടെ നമുക്ക് വന്നിട്ട് നമ്മൾ പെർമിറ്റ് ചെയ്ത ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പെർമിറ്റ് നമ്മൾ എടുക്കണം. അത് ഇൻസ്പെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ അടുത്ത ഒരാളെ നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ഇന്റർഫേസ് വരിക. അപ്പോൾ പെർമിറ്റ്സ് ഡീറ്റെയിൽസ്, ഇത് നമ്മൾ നേരത്തെ പെർമിറ്റിന് കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ഫീ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്ലിക്കേഷൻ ഫീസും ബിൽഡിംഗ് പെർമിറ്റ് ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്ത അപ്രൂവ്ഡ് ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. സൈറ്റ് പ്ലാന് വരും. അത് കഴിഞ്ഞാൽ സർവീസ് പ്ലാന് വരും. അതുപോലെ ബിൽഡിംഗ് പ്ലാന്, യൂട്ടിലിറ്റി, സ്ക്രൂട്ടിനി അങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പെർമിറ്റിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ ലൈസൻസി ഡീറ്റെയിൽസ് വരും. അതുപോലെ പെർമിറ്റ് ഓർഡർ കാര്യങ്ങൾ വരും. അത് കഴിഞ്ഞ് മാപ്പ് വ്യൂ. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ നമ്മൾ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കംപ്ലീഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ ഒക്യുപ്പൻസി കംപ്ലീഷൻ ആണ്. നെയിം ഓഫ് അപ്ലിക്കൻ്റ്, അവരുടെ പേരും കാര്യങ്ങളും ഉണ്ടാവും. SCP ആണ്, സെൽഫ് സർട്ടിഫിക്കറ്റ് പെർമിറ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ പ്രൊസീഡ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ നെയിം ഓഫ് അപ്ലിക്കൻ്റ് വരും, ഫയൽ നമ്പർ ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, സബ്മിറ്റ് ഡേറ്റ് ഉണ്ടാവും, അത് അപ്രൂവൽ കിട്ടിയതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പ്രൊസീഡ് ചെയ്യും. അടുത്ത പ്രൊജക്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ പെർമിറ്റ് ഇഷ്യൂയിങ് ലോക്കൽ ബോഡി പാലക്കാട്, ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി, ലോക്കൽ ബോഡി ഷൊർണൂർ. നമ്മൾ പ്രൊസീഡ് അടിച്ചു വിടാം. അപ്പോൾ ലൈസൻസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എൻ്റെ ലൈസൻസ് കാര്യങ്ങളാണത്. അപ്പോൾ നമ്മൾ നേരെ പ്രൊസീഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ടിക്ക് വീഴും കേട്ടോ. അത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഇപ്പോൾ അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് പ്രൊസീഡ് അടിച്ച് പോവാം. അപ്പോൾ അവരെ പ്ലോട്ട് ഡീറ്റെയിൽസ് ഉണ്ടാവും, ഓണർ ഡീറ്റെയിൽസ് ഉണ്ടാവും, ആധാരം, ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു പുതിയ പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സ്, ഇനി എന്തെങ്കിലും അതർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൽ വയ്ക്കാം. NOC കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കൊടുത്തതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പൊസഷൻ, ലാൻഡ് ടാക്സ്, ഇപ്പോൾ പൊസഷൻ 1 കൊല്ലത്തേക്കാണ്, ലാൻഡ് ടാക്സും 1 കൊല്ലത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയത് വെക്കണം എന്നാണ് ഇവിടെ പറയുന്നത്, അറ്റാച്ച്മെൻറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ അത് ഇവിടെ നിങ്ങൾ പുതിയത് വയ്ക്കുക. നേരെ പ്രൊസീഡ് അടിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് മിസ്സിങ്. അപ്പം ഞാനിവിടെ വെക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിസ്സിങ് കാണിക്കുന്നത്. അപ്പം നമ്മൾ നേരെ അടുത്ത ഡീറ്റെയിൽസിലേക്ക് പോവാം. റൂൾ വെരിഫിക്കേഷൻ ആണ്. റൂൾ വെരിഫിക്കേഷൻ പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഡ്രോയിങ് ഇതിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഒന്നെങ്കിൽ PDF അല്ലെങ്കിൽ DXF ഫയൽ. ഇതിൽ ചോദിക്കുന്നത് പോലെ നമ്മൾ ചെയ്യണം. ഇതിൽ ചോദിക്കുന്നത് ഓൺലി ഫയൽസ് ഇൻ DXF ഫോർമാറ്റ് ഉണ്ടോ. അപ്പോൾ DXF ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ലെയർ യൂസ് ചെയ്ത ഡ്രോയിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. സബ്മിറ്റ് ചെയ്യുക, പ്രൊസീഡ് അടിക്കുക. ഡോർ ഡീറ്റെയിൽസ് ചോദിക്കും. ബിൽഡിംഗ് സോൺ പ്രൈമറി, സെക്കൻഡറി എന്താ വെച്ചാൽ കൊടുക്കുക. അതുപോലെ ടൈപ്പ് ഓഫ് റോഡ് 5 മീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ കൊടുക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. 1.5 മീറ്റർ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 5 മീറ്റർ കൂടുതലുണ്ട്. അപ്പോൾ കൊടുത്തു. നെയിം ഓഫ്
നിയറസ്റ്റ് റോഡ്, അതിൻ്റെ ഒരു പേരും കൊടുത്ത് സേവ് ചെയ്തിട്ട് നേരെ അടുത്തേക്ക് പോവാം. അടുത്ത റെസിപ്റ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആൻഡ് പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സെസ് അടച്ചതിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുക്കാം, റെസിപ്റ്റ് നമ്പർ ഇവിടെ കൊടുക്കാം, അതിൻ്റെ ഡേറ്റ് കൊടുക്കാം. എന്താ പറയുക, അപ്ലോഡ് ചെയ്യുക. ആ ഒരു സെസ് അടച്ച പേപ്പർ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് സേവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ NOC ഡീറ്റെയിൽസ് ചോദിക്കും. NOC ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യല്ലേ എന്നുണ്ടെങ്കിൽ പ്രൊസീഡിയേഴ്സ് നേരെ ഇതിലേക്ക് പോവാം. അടുത്തത് അപ്ലിക്കേഷൻ സമ്മറി. ഇവിടെ ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ സമ്മറി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഞാനിതിൽ കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കാത്തതുകൊണ്ടാണ് ഇത് വരാത്തത്. അപ്പോൾ നിങ്ങളത് അപ്ലിക്കേഷൻ സമ്മറി വന്നു കഴിഞ്ഞാൽ അടുത്ത ഫീസിൻ്റെ കാര്യത്തിലേക്കാണ് പോവുക. ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് കാര്യങ്ങൾ അത് കൊടുത്ത് അതിന് പ്രൊസീഡ് അടിക്കുക. അത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ ചോദിക്കും. ഐ അഗ്രി കൊടുക്കുക, പ്രൊസീഡ് അടിക്കുക. അപ്പോൾ നേരെ വാലിഡേഷനിലേക്ക് വരും. അപ്പോൾ ലൈസൻസിയുടെ വെരിഫൈഡ് കൊടുത്തതിന് ശേഷം സിറ്റിസൺ ലോഗിനിൽ പോകും. 1-2 പേരുണ്ടെങ്കിൽ അവർക്കൊക്കെ OTP പോവും. അത് ഓക്കെ അടിക്കുക. അത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചോദിക്കും. പേയ്മെൻറ്റ് നമ്മൾ അടച്ചതിന് ശേഷം സിറ്റിസൺ ലോഗിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരെ എല്ലാം ഓക്കെ ആയതിനു ശേഷം നേരെ ലൈസൻസ് ലോഗിൽ വന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡ്രോയിങ്ങോ കാര്യങ്ങളോ അതിൻ്റെ എറേഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു കൺസൾട്ടിങ് ഫീസ് ഈടാക്കിയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.